SSF മുക്കം ഡിവിഷൻ സാഹിത്യോത്സവ സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മീഡിയ റൂമിലാണ്. സാഹിത്യോത്സവത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുന്ന പോസ്റ്ററുകളും വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ റൂമാണിത്. തൊട്ടപ്പുറത്ത് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വളരെ മനോഹരമായ സൗകര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പ്രധാന വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ബൃഹത്തായ ഒരു വേദിയാണ്, വളരെ വിശാലമായ വേദി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ പഴമ്പറമ്പില് ഇങ്ങനൊരു സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയത് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളാണ്. ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ മാനേജർ അവിടെ ഉണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോ സാഹിത്യോത്സവ പഴമ്പറമ്പിലെ ഹിൽ ടോപ്പ് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനേജർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഈ പഴമ്പറമ്പ് പ്രദേശത്ത് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് ഒട്ടേറെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സ്ഥലമാണ്. ഇവിടെ പള്ളിയുണ്ട്, ക്ലാസുകളുണ്ട്, പിന്നെ അതേപോലെ വിശാലമായ ഓഡിറ്റോറിയം ഉണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ചെറുവാടി അൽബനാത്തിന്റെ മാനേജ്മെന്റിന്റെയും നമ്മുടെ ഈ പ്രദേശത്തെ യൂണിറ്റ് കമ്മിറ്റിയുടെയും നമ്മുടെ സർക്കിൾ കമ്മിറ്റിയുടെയും ഒരുപാട് പ്രയത്നമുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ രൂപീകരണം കൊണ്ടത് 1992 നമ്മുടെ ഈ കേരളത്തിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന സ്ത്രീകളുടെ ഒരു സ്ഥാപനം ഇല്ലാത്ത കാലത്തിലാണ്. അപ്പോൾ ഇത്രയും സ്ഥാപനം വളരുന്ന ഈ സമൂഹത്തിന്റെ ഒരുപാട് പ്രയത്നവും അതിനപ്പുറം നമ്മുടെ ഇതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസിയുടെയും അതുപോലെ കമ്മിറ്റി പ്രവർത്തകരുടെയും ഒട്ടേറെ അവരുടെ പ്രയത്നമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നതിൽ അതിയായ സന്തോഷവും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ചാലിയാറിന്റെ തീരത്ത് വളരെ മനോഹരമായി സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ പ്രധാന വേദിയുടെ പിൻവശത്ത് ട്രോഫി പോയിന്റ്, മത്സരങ്ങളിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ട്രോഫി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രീൻ റൂമിന്റെ അപ്പുറത്ത് നമ്മള് മത്സരത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ട്രോഫികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ട്രോഫി പോയിന്റ് ആണിത്. അപ്പൊ നമുക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഏതൊക്കെ മത്സരങ്ങൾക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്? ജൂനിയർ ക്യൂസ്, ജൂനിയർ എലക്കേഷൻ, ജൂനിയർ എസ്സേ റൈറ്റിംഗ്. മാഷാ അല്ലാഹ് 3 മത്സരങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ മത്സരങ്ങളിൽ ട്രാൻസ്ലേഷൻ അറബിക്, അറബിക്കിൽ 1ാം സ്ഥാനം ലഭിച്ചപ്പം ഒരുപാട് പ്രതിഭകൾ സാഹിത്യോത്സവ മുക്കം ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ ഡിവിഷന്റെ പരിധിയിലുള്ള ഒരുപാട് പ്രതിഭകൾ ഇവിടെ മാറ്റിരച്ചു ജില്ലയിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ചാലിയാറിന്റെ തീരത്ത് ഡിവിഷൻ സാഹിത്യോത്സവ സമാപനത്തിലേക്ക് അടുക്കാണ്. ആര് വിജയിയാവുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.